നെടുമങ്ങാട് ആര്യനാട് റോഡിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ചികിത്സയിലായിരുന്ന നാലാമത്തെ ആളും മരിച്ചു. ഉഴമലക്കൽ സ്വദേശി അഭിനവാണ് മരിച്ചത്. TS ഹരീഷ്ണ വിവരങ്ങൾ നൽകും. ഹരി, രണ്ട് ബൈക്കുകൾ തമ്മിലുള്ള കൂട്ടിയിടിയായിരുന്നു. അതിൽ സഞ്ചരിച്ച 4 പേരും മരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇത് എപ്പോഴായിരുന്നു അപകടം? എന്താണ് അമിതവേഗം തന്നെയായിരിക്കാം കാരണം? മറ്റെന്തൊക്കെയാണ് വിവരങ്ങൾ? ഇന്നലെ രാത്രിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. 10:30ക്കും 11 മണിക്കും ഇടയ്ക്കാണ് ഈ അപകടം സംഭവിക്കുന്നത്. ഈ ഉഴമലക്കൽ ആ ഭാഗത്താണ് ഈ അപകടം ഉണ്ടാകുന്നത്. അതായത് 4 പേരാണ് അപകടത്തിൽപ്പെട്ടത്. 2 ബൈക്കുകൾ. അമിത വേഗത തന്നെയായിരുന്നു ഈ അപകടത്തിന് കാരണമായി നമുക്കറിയാൻ സാധിച്ചത്. ഈ ആശുപത്രി പരിസരത്താണ്. അപ്പോൾ അവിടെ ഒരു വിജനമായ സ്ഥലമെന്നാണ് അവിടെ നാട്ടുകാർ പറയുന്നത്. പ്രത്യേകിച്ച് കടകളോ മറ്റോ ഒന്നും ഉണ്ടായിരുന്നില്ല. രാത്രി 10:45 സമയത്താണ് ഈ അഭിനവ് എന്ന ആളാണ് ഇന്നലെ പരിക്കേറ്റു ഗുരുതരമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നത്. ആ അഭിനവാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. ഇവർക്കൊക്കെ പ്രായം, ഈ 4 പേർക്കും 30 വയസ്സിൽ താഴെ മാത്രമാണ് പ്രായമുള്ളത്. ശ്രീലാല്, അഭിനവ് ഇവർ 2 പേരുമാണ് ഒരു ബൈക്കിൽ യാത്ര ചെയ്തത്. ബിനോയും ഒപ്പം തന്നെ രാജേഷ് ഇവർ 2 പേരും മറ്റൊരു ബൈക്കിൽ യാത്ര ചെയ്യുകയായിരുന്നു. ശ്രീലാല് കാപ്പ കേസിലെ പ്രതിയാണ് എന്നാണ് ആര്യനാട് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ശ്രീലാലിൻ്റെ ബൈക്കിൽ ഉണ്ടായിരുന്ന അഭിനവാണ് പരിക്കേറ്റ ആശുപത്രിയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നത്. കുറച്ചു നേരത്തെ അഭിനവും മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ഈ അപകടം നടന്ന സമയത്ത് ആ സ്പോട്ടിൽ വെച്ച് തന്നെ 2 പേരുടെ മരണം സ്ഥിരീകരിച്ചു. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് മറ്റൊരാൾ കൂടി മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. നെടുമങ്ങാട് ആശുപത്രിയിലാണ് ഈ 3 പേരുടെ മൃതദേഹം ഇപ്പോൾ ഉള്ളത്. മോർച്ചറിയിലുണ്ട്. ഈ അപകടം നടന്നതിന് ശേഷം ഫയർഫോഴ്സൊക്കെ എത്തിയാണ് അവിടെ എല്ലാം വൃത്തിയാക്കിയത്. കാരണം വലിയൊരു അപകടം. 2 ബൈക്ക് പൂർണ്ണമായി തകരുന്ന ഒരു സ്ഥിതിയാണ് ആ അപകടത്തിൽ ഉണ്ടായത്. മാത്രമല്ല റോഡിലൊക്കെ തളം കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പിന്നെ ഫയർഫോഴ്സൊക്കെ എത്തി അവിടെ കഴുകി വൃത്തിയാക്കിയിട്ടാണ് പിന്നെ ആ ഗതാഗതമൊക്കെ നിയന്ത്രിച്ച് വിടുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. എന്തായാലും അമിത വേഗതയാണ് ഈ 4 പേരുടെ മരണത്തിന് കാരണമാക്കിയത്.